ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ സ്പെഷ്യൽ മാതള നാരങ്ങ അച്ചാറാണ്. ഇത് ഉണ്ടാക്കുന്നത് ചേച്ചിയാണ് കേട്ടോ. അതിനുവേണ്ടി ആദ്യം തന്നെ ഒരു മാതള നാരങ്ങ എടുത്തിട്ടുണ്ട് അച്ചാറാക്കാൻ വേണ്ടി. അതിലേക്ക് കറിവേപ്പില, ഒരു കഷ്ണം ഇഞ്ചി, 5 പച്ചമുളക്, കുറച്ച് വെളുത്തുള്ളി. മാതള നാരങ്ങ ചെറുതായി മുറിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഒരു പാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് മാതള നാരങ്ങ ഇട്ട് വാട്ടിയെടുക്കാം. നന്നായി വാടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി വീണ്ടും ഒരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്ന ശേഷം ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചൂടായ ശേഷം ഇതിലേക്ക് വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി കുറച്ച് ഇടാൻ പാടുള്ളൂ. ഇനി നന്നായി ഇതിനെ വഴറ്റിയെടുക്കാം. ഇങ്ങനെ വഴറ്റുമ്പോൾ അച്ചാറിന് നല്ലൊരു നിറം കിട്ടും മുളക് പൊടിയുടെ. അതുകൊണ്ടാണ് ഇങ്ങനെ വഴറ്റുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ശർക്കര അലിയാൻ ഇട്ട് കൊടുക്കാം. ഞാൻ കണ്ണൂർക്കാരിയാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് വെല്ലം എന്നാണ് പറയുക. കോഴിക്കോടുകാരാണ് ശർക്കര എന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് ഒരിത്തിരി പുളിയെടുത്ത് അത് പിഴിഞ്ഞ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിക്കാം. ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു പാൻ വെച്ച് ഇതിൽ കടുകും ഉലുവയും കൂടി വറുത്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ഇനി ഇത് ചൂടായ ശേഷം നമുക്കൊന്നത് പൊടിച്ച് വെക്കാം. ഇനി നമുക്ക് മാതള നാരങ്ങ, വാട്ടി വെച്ച മാതള നാരങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് പൊടിച്ച് വെച്ച കടുകും ഉലുവയും കൂടി ഇതിലേക്ക് വിതറി കൊടുക്കാം. അങ്ങനെ നമ്മുടെ മാതള നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായി പിന്നെ കാണാം.